Good afternoon. Good afternoon, Miss. Good afternoon, madam. Good afternoon. Okay, we can start. Who is going to the prayer? Good afternoon. Prayer. Okay, I'll do, madam. Our Father, who are in heaven, hallowed be the name. Thy kingdom come, thy will be done on earth. Give us today our daily bread and forgive us as we forgive those who sins against us. Do not lead into temptations, but deliver us from evils. For thine is the kingdom, power, and the glory forever and ever. Amen. Okay, what's next? Third stage, obedience. Is no. I am asking any thought of the day and signing. Arule. ഉപേക്ഷിച്ചോ? Yes. How are you? Fine. Yes, please. സൗമ്യ എന്തെങ്കിലും പറയണ്ടോ? Soumya Kushapan. Good afternoon. Everyone, today is fourth. Everyone has to go to pass through hundreds of difficulties before succeeding. Those who persevere will see the light or sooner later. വോയിസിൽ എന്തോ ഡിസ്റ്റർബൻസ് പോലെ വന്നിരുന്നു ആദ്യം. ഓക്കെ, ഫൈൻ. ഓക്കെ, ജസ്റ്റ് യൂസ് ദ ഓപ്പർച്യൂണിറ്റി കേട്ടോ. കാരണം സൈലന്റ് ഒക്കെ നിങ്ങളുടെ ഷൈനസ് ഇൻഹിബിഷൻ ഒക്കെ മാറും. അത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, ഈ അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ആക്ഷൻ സോങ് ചെറിയ വീഡിയോ ഒക്കെ ആക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കും. അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് റൂമിൽ അയച്ചു കൊടുക്കുക. ഫ്രണ്ട്സ് മാത്രമല്ലേ കാണുന്നുള്ളൂ. അപ്പൊ അതൊക്കെ മാറും. ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോഴും യൂസ്ഫുൾ ആണ്. ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഡു വൺ ആക്ഷൻ സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തല്ലേ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് സൈൻ ഇൻ ചെയ്യിക്കുന്നത്. ആ ഒരു ഷൈനസ് ഒക്കെ മാറാനായിട്ട് ശരിക്കും നമ്മള് ബോഡി മൂവ്മെന്റ്സോട് കൂടി വേണം സൈൻ ഇൻ ചെയ്യാനായിട്ട്. അന്ന് എല്ലാരെയും ഗ്രീറ്റ് ചെയ്ത് പ്രസന്റ് ചെയ്ത് വിഷ് ചെയ്ത് സൈൻ ഔട്ട് ചെയ്യുമ്പം താങ്ക് യു പറഞ്ഞ് ബൈ പറഞ്ഞ് അങ്ങനെ ആ രീതിയിൽ തന്നെ ചെയ്യണം. സൈൻ ഇന്നും സൈൻ ഔട്ടും ഇപ്പൊ പലപ്പോഴും കോട്സിൽ ഒതുങ്ങുക. ഓക്കെ, സോ ഓക്കെ, ഇന്ന് ഷെയർ ചെയ്യട്ടെ. ഇത് കഴിഞ്ഞു. ഈ ഫ്ലോ ഡയഗ്രാം കഴിഞ്ഞിരുന്നോ? Yes, Miss. യെസ്. പവർ ഓഫ് അറ്റൻഷൻ കഴിഞ്ഞോ? എവിടെയാന്ന് എനിക്കൊരു ഓർമ്മയില്ല. Development of intelligence. യെസ്, ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ നമ്മളുടെ കുട്ടികളിലെ ചേഞ്ചസ്, അവരുടെ ഡെവലപ്മെന്റ്
ഡെവലപ്മെന്റ് ഓരോ സ്റ്റേജസ് ആയിട്ട് പറയുകയാണ് അല്ലെ. ആദ്യം അവർ ഇൻഡിപെൻഡന്റ് ആകുന്നു. ജനിച്ച് കുറേ നാളുകൾക്ക് അവർക്ക് ഒരാളുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഒന്ന് മൂവ് ചെയ്യണമെങ്കിൽ തന്നെയും ഒരാളുടെ സപ്പോർട്ട് വേണം. ഭക്ഷണം, അവരെ തന്നെ ക്ലീൻ ചെയ്യാൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് വേണമായിരുന്നു. ബട്ട് ദേ സ്റ്റാർട്ടഡ് ഡൂയിങ് ദെയർ ഓൺ വർക്ക്സ് ഇൻഡിപെൻഡന്റ്ലി. ഓരോ ഏജിലും അവരവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് ഓരോന്നും ചെയ്യുന്ന ഇൻഡിപെൻഡന്റ് ആകുന്നു. പിന്നെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്, പവർ ഓഫ് അറ്റൻഷൻ നമ്മൾ പറഞ്ഞു അല്ലെ. അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു. പിന്നെ അവരുടെ ഉള്ളിലൊരു വിൽ പവർ, അവരുടെ പൊട്ടൻഷ്യൽ അവർ മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും ചെയ്യുന്നു. ഡെവലപ്മെന്റ് ഓഫ് ഈ വിൽ പറഞ്ഞു. ഇനി ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്, അതാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഹു ഈസ് ഗോയിങ് ടു റീഡ്? നമുക്കറിയാം കുട്ടികൾക്ക് അവരുടെ ആ ഒരു സ്മാർട്ട്നെസ്, അവർ ഭയങ്കര അലർട്ടായിട്ട് വിജിലന്റ് ആയിട്ട് ചെറുപ്പത്തിലേ ഭയങ്കര സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പലതും കണ്ടിട്ടുണ്ട്, പല രീതിയിലും കുട്ടികളുടെ ആക്ടിവിറ്റീസ്. സോ അതാണ് നമ്മൾ നെക്സ്റ്റ്, അവരുടെ ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റ്. സോ ഹു ഈസ് ഗോയിങ് ടു read? 1 second. Okay. സോ ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്. ഇപ്പൊ നമ്മൾ ഓരോന്നും സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് പറയും. 1 year ഒക്കെ ആകുമ്പോഴേക്കും അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിലപ്പോൾ വാശി പിടിക്കും, ഞാൻ തന്നെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാശിയൊക്കെ കാണിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളും തന്നെ ചെയ്യാൻ തുടങ്ങുന്നു. ഓരോന്നും സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് അവർക്ക് ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് ആണ് നമ്മൾ പറയുന്നത്. സോ ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്, അത് ആരാ റീഡ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളത്? ഞാൻ റെഡി ചെയ്യാം. എവിടം വരെയാ ഞാൻ പറയാം? അത് ഫുൾ വായിക്കണേ. 2 പാരഗ്രാഫ്. 2 paragraphs. Intelligence, development of intelligence. Intelligence is ability to learn or understand things and deal with new or difficult situations. In other words, it is the ability of the child to know his environment, the mental ability to coordinate different annotation and act accordingly in different situations. The starting point of intellectual development is a consciousness of difference or distinction in his environment. The child makes understanding through his 5 senses, and he must organize these perceptions to make a mental order of his environment. To help the development of brilliance is to help put images of consciousness in order. So the basis of intelligence development is emotional impression that the child gets while he collaborates with his environment. At infancy, the child absorbs a lot of impressions unconsciously, and then it turns to conscious knowledge as he grows. So at the stage of intelligence development, the child needs refinement of senses. More activities which will improve the impression through the senses. The activities should bring order and system to all the sensorial impression the child receives. The child should be led to study qualities such as length, breadth, height, color, texture, weight, size, etc. Full, varied, and ordered sensorial exercise are the best preparation for the higher life of the ability in the child's year to come. സോ ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്. നമുക്ക് ഇന്റലിജൻസ്, ഒരാൾക്ക് ഭയങ്കര ബുദ്ധിയാണ്, ഇന്റലിജന്റ് ആണ്, ഹീസ് വെരി ഇന്റലിജന്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ചപ്പ് ചെയ്യും. നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോ എന്ന് കേട്ടിട്ടല്ലേ, IB ഇന്റലിജൻസ് ബ്യൂറോ. അവർ ഓരോ കേസുകളൊക്കെ ഏൽപ്പിക്കുമ്പോൾ അവർ വളരെ പെട്ടെന്ന് തന്നെ അത് സോൾവ് ചെയ്യുന്നു അല്ലെ. സോ ദാറ്റ് ഇസ് ദർ പവർ, ആ ഒരു ഇന്റലിജൻസ്. കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഉള്ള കഴിവ്, അതാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. എബിലിറ്റി ടു ലേൺ ഓർ അണ്ടർസ്റ്റാൻഡ് തിങ്സ് ആൻഡ് ഡീൽ വിത്ത് ന്യൂ ഓർ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിന് സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് നമ്മളുടെ ഇന്റലിജൻസ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ അല്ല, വി നോ ഹൗ ടു മാനേജ്. ദാറ്റ് ഇസ്, അതെല്ലാം നമ്മളുടെ ഇന്റലിജൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മൾ കുട്ടികളിലെ ഈ ഡെവലപ്മെന്റ് ആണ് ഈ പറയുന്നത്. അപ്പൊ ഒരു കുട്ടിയെ വെച്ച് നോക്കുമ്പോൾ
അവന് ചുറ്റുമുള്ള എൻവിയോൺമെന്റ് മനസ്സിലാകുന്നു, അവന്റെ മെന്റൽ എബിലിറ്റി അത് കോർഡിനേറ്റ് ചെയ്യുന്നു, ചുറ്റും നടക്കുന്ന ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നതാണെങ്കിലും ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണെങ്കിലും അതെല്ലാം മനസ്സിലാകുന്നു. സോ സിറ്റുവേഷൻസിനനുസരിച്ച് അവൻ ആക്ട് ചെയ്യുകയും ചെയ്യുന്നു, അതിനനുസരിച്ച് അവൻ ആ ഒരു സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റഡ് ആകുന്നു, ആക്ട് ചെയ്യുന്നു. ഓക്കെ, നമുക്കറിയാം 0 to 3 years വരെ കുട്ടികൾക്ക് ഒരു അൺകോൺഷ്യസ് മൈൻഡ് ആണ്. ഈവൻ ദോ അത് അൺകോൺഷ്യസ് മൈൻഡ് ആണെങ്കിലും ആ സമയത്ത് സംഭവിക്കുന്ന പല കാര്യങ്ങളും അവരുടെ ആ അൺകോൺഷ്യസ് മൈൻഡില് ഇംപ്രഷൻസ് ആയിട്ട് തന്നെ കിടക്കും. സോ ആഫ്റ്റർ 3 years എന്ന് പറയുമ്പോൾ ഇവര് കോൺഷ്യസ് സ്റ്റേജിലേക്ക് ഉള്ള പ്രോസസ് നടക്കും. അപ്പൊ കോൺഷ്യസ്ലി പല കാര്യങ്ങളും മനസ്സിലാക്കാൻ, അതിന്റെ ഡിഫറൻസ്, വ്യത്യാസം ഇതെല്ലാം അവർ മനസ്സിലാക്കും ഇൻഫോർമെന്റിൽ. അതായത് നമ്മൾ ആ കുട്ടികൾ ആ സമയത്ത് കളേഴ്സ് പഠിപ്പിക്കുമ്പോൾ ആദ്യം അവർക്ക് ചെറിയൊരു കൺഫ്യൂഷൻസ് ഒക്കെ വന്നാലും പിന്നീട് പെട്ടെന്ന് അവർ കളേഴ്സിനെ കണക്ട് ചെയ്യുന്നു. അപ്പൊ യെല്ലോ എന്നുള്ള കളർ അവർ ഫെമിലറൈസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ വരുന്ന എല്ലാ ഒബ്ജക്ട്സും എൻവയോൺമെന്റിൽ വരുന്ന ഒബ്ജക്ട്സുമായിട്ട് കണക്ട് ചെയ്യുന്നു. അതാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോന്നും അവര് കണക്ട് ചെയ്യാനായിട്ട് പഠിക്കും. ഓരോന്നിന്റെയും ഡിഫറൻസ് എന്താണ്, ചൂട്, തണുപ്പ്, അങ്ങനെയുള്ള ആ ഒരു ഡിഫറൻസസും അങ്ങനെ എന്തെല്ലാം പാരാമീറ്റേഴ്സ് അവന്റെ ചുറ്റും എൻവയോൺമെന്റിൽ സംഭവിക്കുന്നു അതെല്ലാം അവൻ മനസ്സിലാക്കും. ഇവരിലൊരു ഹൈജീൻ അതെല്ലാം ഫോം ചെയ്യും. എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് വാഷ് ഔട്ട് ചെയ്യണം, അങ്ങനെ രീതിയിലൊക്കെ കുട്ടി ആക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. 5 senses യൂസ് ചെയ്തിട്ടാണ് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. ഹീസ് അണ്ടർസ്റ്റാൻഡിങ് ദിസ് യൂസിങ് ഹിസ് 5 senses. ഓക്കെ, പിന്നെ അവന്റെ ഒരു പെർസെപ്ഷൻ, അവന്റെ ഒരു കാഴ്ചപ്പാട്, ഒരു വ്യൂ ഉണ്ടായിരിക്കും. പിന്നെ ഓൾറെഡി കുട്ടിക്ക് ഒരു ഓർഡർ ഉണ്ട്. നമ്മളിപ്പോ സിസ്റ്റമാറ്റിക് എന്ന് പറയാറില്ലേ, അപ്പൊ കുഞ്ഞുങ്ങളിലും അഡൾട്ടിലും കുട്ടികളിലുമുള്ള ഓർഡർ ഡിഫറെന്റ് ആട്ടോ. അഡൾട്ടിന്റെ സിസ്റ്റമാറ്റിക് ഓർഡർ ആവില്ല കുട്ടിയുടെ സിസ്റ്റമാറ്റിക് ഓർഡർ. ഓക്കെ, അപ്പൊ കുട്ടികളിലും ഈ ഒരു അവന്റെ മെന്റൽ ഓർഡർ അനുസരിച്ച്, അവന്റെ പെർസെപ്ഷൻ അനുസരിച്ച് ആ ഒരു ഓർഡർ ഫോം ചെയ്യും. അപ്പൊ നമ്മളറിയാം കുട്ടികൾക്ക് ഓരോ ഏജിനനുസരിച്ചും ഇപ്പൊ നമ്മൾ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോണ്ടിസോറി എൻവയോൺമെന്റിൽ അങ്ങനെയാണ്. അവരുടെ ഓരോ പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് അവർക്ക് ചെയ്യിപ്പിക്കും, ആ ഓരോ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ കോൺഷ്യസ് സ്റ്റേജ് ആണ് ആഫ്റ്റർ 3 years പറയുന്നത്, ഒരു കോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇന്റലിജന്റ് ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടി എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കുട്ടിക്ക് കിട്ടുന്ന പല കാര്യങ്ങളുമാണ് കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇന്റലിജന്റ് ബേസിസ്. വീടിനകത്ത് അടച്ചുപൂട്ടി വളർത്തുന്ന ഒരു കുട്ടിയെക്കാളും പുറത്തേക്ക് കൊണ്ടുപോയി സോഷ്യലൈസ് ചെയ്ത് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, പാർക്കിൽ കൊണ്ടുപോകുന്നു, അങ്ങനെ ബീച്ചിൽ കൊണ്ടുപോകുന്നു, അങ്ങനെ കുറെ കുട്ടി പുറം ലോകവുമായിട്ട് കണക്റ്റഡ് ആവുമ്പോൾ ഇവന്റെ ബ്രില്യൻസ് ലെവല് ഡെവലപ്പ് ചെയ്യും. വീടിനകത്ത് അടച്ചുപൂട്ടി വെക്കുന്ന കുട്ടിയുടെ ബ്രില്യൻസ് ലെവല് ഡെവലപ്പ് ആകുന്നില്ല. അവൻ കാണുന്നത് 4 ചുമര്, ആ വീട്ടിലുള്ള സാധനങ്ങള്, അപ്ലയൻസസ്, ആ വീട്ടിലെ ആളുകള്, ഇതൊക്കെയുള്ള. പക്ഷെ കുട്ടി എൻവയോൺമെന്റുമായിട്ട് കൂടുതൽ പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴേക്കും ഇവന്റെ ബ്രില്യൻസ് ലെവല് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ എപ്പോഴും എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യുക, അതാണ് പറയുന്നത്. ഇൻഫാൻസി, ആ ഒരു ചെറിയ പ്രായത്തില് കുട്ടി കുറെ കാര്യങ്ങൾ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അബ്സോർബൻ മൈൻഡ് ആന്ന് നമ്മൾ പറഞ്ഞു. ഒരു സ്പഞ്ച് എടുത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ വെള്ളം ഫുള്ള് സ്പഞ്ച് വലിച്ചെടുക്കുന്ന പോലെ തന്നെ കുഞ്ഞിന്റെ മൈൻഡും അതുപോലെ തന്നെയാണ്, സ്പഞ്ച് പോലെയാണ്, അബ്സോർബൻ മൈൻഡ് ആണ്, എന്തും ഉൾക്കൊള്ളും. ബട്ട് ആഫ്റ്റർ 3 years അവരൊരു കോൺഷ്യസ് ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോൾ വാട്ട് ഈസ് റിയൽ, വാട്ട് ഈസ് അൺറിയൽ എന്നുള്ളത് അവർ മനസ്സിലാക്കും. വാട്ട് ഈസ് ഫാക്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാകും. ചെറിയ പ്രായത്തിൽ കുട്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മമാര് അമ്പിളിമാവനെ കാണിച്ചിട്ട് ഞാൻ അമ്പിളിമാവനെ പിടിച്ചു തരാന്നൊക്കെ പറയും. സോ അവൻ വിചാരിക്കുന്നത് അത് കിട്ടുന്ന ഒരു സാധനമാണ്, അത് കിട്ടും, എനിക്ക് കിട്ടും, നാളെ കിട്ടുന്ന ഒരു പ്രതീക്ഷ. ബട്ട് അവർ കോൺഷ്യസ് മൈൻഡ് ആയി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഇന്റലക്ച്വൽ ലെവലിന്റെ വ്യത്യാസം വരുമ്പോൾ they know that it's not real, it's not possible, അതൊരു ഫാക്ട് അല്ല, അങ്ങനെ പിടിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന സാധനങ്ങളല്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. അതുപോലെ പല കാര്യങ്ങളും പിന്നെ പേടിപ്പിക്കും കുട്ടികളെ, അല്ലെ, എന്താ പേടിപ്പിക്കില്ലേ, പൊക്കാച്ചി വരുന്ന പിടിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ആ ഒരു ഏജില് അവർക്ക് അത് ഭയങ്കര പേടിയാണ്. അങ്ങനെ എന്തോ ഒരു ഭീകരമായ ഒരു ആളുണ്ട്, ഒരു വസ്തു ഉണ്ട് എന്നുള്ളത് ശരിക്കും ഒരു ഫാന്റസിയാണത്. പക്ഷെ പിന്നീട് കുഞ്ഞ് കുറച്ചുകൂടെ വലുതായി ഇന്റലിജൻസ് ലെവല് മാറുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും ഇറ്റ്സ് നോട്ട് റിയൽ എന്നുള്ള രീതിയിൽ. അപ്പം നമ്മൾ ഈ ഓരോ ഏജില് കുട്ടീനെ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിക്കണം. അത് നമ്മളുടെ കൂടെ കിച്ചണിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആയാലും മതി, അവന്റെ ബ്രില്യൻസ് ലെവല് കൂടും.
കിച്ചണിൽ പല കാര്യങ്ങളും നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാം. കണ്ടെയ്നറിൽ ഓരോന്ന് ഫില്ല് ചെയ്യുക, മോപ്പ് ചെയ്യുക, പ്ലേറ്റ്സ് തുടച്ചു വെക്കുക, അങ്ങനെ ചെറിയ ചെറിയ അവരുടെ ഏജിനനുസരിച്ച് അവരെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യിക്കാവുന്നതാണ്. ഓക്കെ, അൺകോൺഷ്യസ് ആയിരുന്ന മൈൻഡ് കോൺഷ്യസ് ലെവലിലേക്ക് മാറുന്നു, ആ രീതിയിൽ ഗ്രോ ചെയ്യുന്നു. കുട്ടിയുടെ ഇന്റലിജൻസ് ഡെവലപ്മെന്റ് സമയത്ത് ഈ സെൻസസ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. സെൻസസ് ശരിക്കും പണിയെടുക്കണം. ആ സെൻസസ് വെച്ച് തന്നെ വേണം കുട്ടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. വളരെ ഷാർപ്പായിരിക്കും കുട്ടികളുടെ സെൻസ്. കുട്ടിക്ക് പല കാര്യങ്ങളും മനസ്സിലാകണം. ലൈക്ക് വിഷ്വൽ ആയിട്ട് കാണുമ്പോൾ കളർ, പിന്നെ സ്മെൽ, പിന്നെ വെയിറ്റ്, ലെങ്ത്, അങ്ങനെയുള്ള ഡയമെൻഷൻസ്, ടെക്സ്ചർ, സൈസ്, അങ്ങനെയുള്ള പലതും മനസ്സിലാകും. നമുക്കൊരു മെറ്റീരിയൽ ഉണ്ട്, ടച്ച് ടാബ്ലറ്റ്സ് എന്നാണ് മെറ്റീരിയലിന്റെ പേര്. മെറ്റീരിയൽസ് എത്തിയിട്ടില്ലേ ഇത് കാണിക്കായിരുന്നു. ഈ ടച്ച് ടാബ്ലറ്റ്സ് 2 ടൈപ്പ് ഉണ്ട്. 2 ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 എണ്ണമാണ് ഒരു സെറ്റിനകത്ത് 10 എണ്ണം ഉണ്ട്. ഈ 10 ടാബ്ലറ്റ്സ്, ആദ്യത്തെ 10 നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചയിൽ ഒരേപോലെയാണ്. കണ്ടു കഴിഞ്ഞാൽ അത് അവർ യാതൊരു ഡിഫറൻസ് തോന്നില്ല. ബട്ട് നമ്മൾ അതിന് ടച്ച് ചെയ്യുമ്പോൾ ടെക്സ്ചർ ഡിഫറെന്റ് ആണ്. ഈ 10 എണ്ണത്തില് 5 അങ്ങനെയാണ്. അതായത് 5 എണ്ണത്തിന്റെ അതേ ടെക്സ്ചർ ആണ് അടുത്ത 5ന്റെ. അങ്ങനെ ഒരേ ടെക്സ്ചർ ഉള്ള 2 എണ്ണം ഉണ്ട് ഈ 10 എണ്ണത്തില്. ക്ലിയർ ആയോ? ടച്ച് ടാബ്ലറ്റ്സിൽ ഒരേ ടെക്സ്ചർ 10 നമ്പേഴ്സ് ഉണ്ട് ടാബ്ലറ്റ്സ്. നമ്മുടെ ഈ ഒരു ഫോണിന്റെ ഒക്കെ അത്രയും വലിപ്പം വരുന്ന ബോർഡ് പോലെയാണ്. അപ്പോ 10 എണ്ണത്തില് 5 എന്നുള്ള രീതിയിലാണ്. അതായത് 5 ഡിഫറെന്റ് ടെക്സ്ചേഴ്സ് ആണ്. അത് പക്ഷെ 2 എണ്ണം ഉണ്ട്. അപ്പൊ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ടച്ച് ടാബ്ലറ്റ്സ് ടച്ച് ചെയ്ത് ഒരേ ടെക്സ്ചറിൽ വരുന്നതിനെ പെയർ ആക്കുക. അതാണ് ആക്ടിവിറ്റി. നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് വന്ന് ഈ പ്രാക്ടിക്കൽ സെഷൻ ചെയ്യാനായിട്ട് വന്ന സമയത്ത് കാഴ്ചയിൽ ഒരുപോലെയാ. അവർ ടച്ച് ചെയ്ത് ചെറിയ വ്യത്യാസം കേട്ടോ ടെക്സ്ചറിൽ. അപ്പം അവരോട് കണ്ണടച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു. കണ്ണടച്ച് ചെയ്തപ്പോ പെട്ടെന്ന് അവരത് ചെയ്തു. പെട്ടെന്ന് പെയറാക്കാനായിട്ട് പറ്റി. കണ്ണ് തുറന്ന് ചെയ്തപ്പോ അവർക്ക് പെയറാക്കാൻ സമയമെടുത്തു. കൺഫ്യൂഷൻ ഒക്കെ തോന്നി. ബട്ട് അവർ ബ്ലൈൻഡ് ഫോൾഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആ ടെക്സ്ചർ പെട്ടെന്ന് മനസ്സിലായി. അവർ പെട്ടെന്ന് തന്നെ അത് പെയറാക്കുകയാണ് ചെയ്തത്. സോ അതാണ് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ. അപ്പൊ അവിടെ എന്ന് പറഞ്ഞ ടെക്സ്ചർ ആണ് നമ്മൾ ടച്ച് ചെയ്ത് മനസ്സിലാക്കേണ്ടത്. സോ നമ്മളുടെ ആ ഈ ഒരു സെൻസിനെ നമ്മൾ ലോ ആക്കി. വിഷ്വൽ എന്നുള്ള സെൻസ് കണ്ടാൽ എല്ലാം ഒരുപോലെ ഇരിക്കുന്നത്. സോ വിഷ്വൽ സെൻസിനെ അങ്ങ് ക്ലോസ് ചെയ്തിട്ട് അവര് ആ ടാക്ടൈൽ സെൻസ്, ആ ഫീൽ ചെയ്ത് മനസ്സിലാക്കുന്നത് കൂടുതലായിട്ട് യൂസ് ചെയ്തു. അപ്പോഴും പെട്ടെന്ന് ആ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റി. അപ്പൊ അതുപോലെ രീതിയിലാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് സെൻസോറിയൽ എക്സസൈസസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലല്ലോ, മോണ്ടിസോറി എൻവയോൺമെന്റിനെ 5 ഏരിയാസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ആണ്. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വീട്ടിൽ ചെയ്യിക്കാൻ പറ്റും. നമ്മുടെ കിച്ചൺ, നാപ്കിൻസ് ഫോൾഡ് ചെയ്യുക, മാറ്റ് റോൾ ചെയ്ത് വെക്കുക, പിന്നെ അല്ലെങ്കിൽ ഫോൾഡ് ചെയ്യുന്ന ടൈപ്പ് മാറ്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. കാർപ്പറ്റ്സ് ഒക്കെ ചിലത് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല, റോൾ ചെയ്യാൻ പറ്റുന്ന റോൾ ചെയ്യുക. അത് യൂസ് ചെയ്യേണ്ട സമയത്ത് അൺറോൾ ചെയ്യുക അല്ലെങ്കിൽ അൺഫോൾഡ് ചെയ്യുക. പിന്നെ ജഗ്ഗില് വെള്ളം ഫില്ല് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ കുഞ്ഞുകുട്ടികളായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അവർക്ക് ഫണല് പ്രൊവൈഡ് ചെയ്യാം. സോ അവരുടെ കോൺഫിഡൻസ് കൂടും. അതേസമയം അവരുടെ കുഞ്ഞു കൈ കൊണ്ട് അവരതങ്ങനെ ചെയ്യുമ്പോഴേക്കും കുറേ വെള്ളം താഴെ ഇങ്ങനെ സ്പിൽ ഔട്ട് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വഴക്കുണ്ടാക്കും. അല്ലെ, എന്ത് പണിയാ നീ കാണിച്ച, മര്യാദക്ക് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും കുട്ടി വല്ലാണ്ട് ഇൻഫീരിയർ ആവും. ഒരു ഗിൽട്ട് ഫീൽ ആയിരിക്കും. ഞാൻ എന്തോ തെറ്റ് ചെയ്തു, ഐ എം നോട്ട് ഗുഡ് ഫോർ ഡൂയിങ് എനിത്തിങ് എന്നുള്ള രീതിയിലുള്ള അവന്റെ കോൺഫിഡൻസ് ലെവൽ ലോ ആവും. സോ അതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ അവനെ ജഡ്ജ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. സോ അവനില് ആ ഒരു കറക്റ്റ് അവൻ തന്നെ ചെയ്തത് വരണം. അപ്പൊ ആ രീതിയിൽ നമുക്കൊരു ഫണല് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവൻ ഈസിയായി വെള്ളം സ്പിൽ ഔട്ട് ചെയ്താൽ വരും. പിന്നെ പൾസസ് ഒക്കെ ജാറിലൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് കണ്ടെയ്നേഴ്സിലൊക്കെ പൾസസ് ഫില്ല് ചെയ്യാൻ നേരത്ത് വലിയ നല്ല നീറ്റ് ആയിട്ടുള്ള ട്രേ പ്രൊവൈഡ് ചെയ്യാം. ട്രേയിൽ ആ കണ്ടെയ്നർ വെക്കുക, പൾസസ് അതിലേക്ക് ഇടുക. 1 or 2 പൾസസ് തെറിച്ച് ട്രേയിൽ വീടുവാണെങ്കിൽ അത് പിക്ക് ചെയ്ത് അതിനകത്ത് ഇടാനായിട്ട് പറ്റും. സോ അവന് ആ ടെൻഷൻ ഇല്ല. അപ്പൊ അങ്ങനെ രീതിയിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യിക്കാം. ഓരോ ഏജ് കഴിയുന്നതോറും പ്ലേറ്റ് ഒക്കെ കഴുകേണ്ട ഏജ് ആകുമ്പോഴേക്കും ആ ഒരു സമയത്ത് പ്ലേറ്റ്സ് ഒക്കെ കഴുകി തുടച്ച് ഡ്രൈ ആക്കി വെക്കാനും അങ്ങനെയൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യും. സോ അതാണ് ഫസ്റ്റ് ഏരിയ വരുന്നത്, പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. നെക്സ്റ്റ് കംസ് സെൻസോറിയൽ ഏരിയ. അതിലാണ് ഏറ്റവും കൂടുതൽ മെറ്റീരിയൽസ് വരുന്നത്.
സെൻസോറിയൽ ഏരിയയിലാണ് കൂടുതലും മോണ്ടിസോറി മെറ്റീരിയൽസ് വരുന്നത്. കാരണം 5 സെൻസസ് ഉണ്ടല്ലോ, അപ്പൊ അതിനനുസരിച്ച് സെൻസോറിയൽ ഏരിയയിൽ വരും. പിന്നെ ലാംഗ്വേജ് ഏരിയയിലെ റീഡിങ്, റൈറ്റിംഗ്, ആൽഫബറ്റ്സ് ഫെമിലറൈസേഷൻ, റൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യിക്കേണ്ട ആക്ടിവിറ്റി, റൈറ്റിംഗ് ബോർഡ്സ് ഒക്കെ പറഞ്ഞിട്ട് ലാംഗ്വേജ് ഏരിയയിൽ വരും. പിന്നെ മാത്തമാറ്റിക്കൽ ഏരിയ എന്ന് പറയുമ്പോൾ നമ്പേഴ്സ്, അതിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ സൈസ്, എമൗണ്ട് കൗണ്ട് ചെയ്യാനായിട്ട്, നമ്പർ ഫെമിലറൈസേഷൻ. ഇതിനുശേഷം കുറച്ചുകൂടെ അവരെ ആ നമ്പർ ഫെമിലറൈസേഷനും എല്ലാം കഴിഞ്ഞ് കൗണ്ടിങ് എല്ലാം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ അഡീഷൻ ചെയ്യിപ്പിക്കും. പിന്നെ സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, പിന്നെ ഫ്രാക്ഷൻസ്. ഹ്യൂമാനിറ്റി എന്നുള്ള ആ ക്വാളിറ്റി കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഫ്രാക്ഷൻസ് പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കും. ഒരു കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈക്വൽ പീസസ് കൊടുക്കുക എന്നുള്ള ഒരു ഇത് കൺസെപ്റ്റ് അവരുടെ ഉള്ളിലേക്ക് വരും. ആ ഒരു ഷേപ്പിലാണ് നമ്മൾക്ക് ആ മെറ്റീരിയൽ കിട്ടുന്നത്. ഫ്രാക്ഷൻ സെറ്റ് ഒരു സർക്കിൾ രീതിയിലുള്ളതിനെ 3 ഈക്വൽ പാർട്സ് ആക്കുന്നു, ഹാഫ് ആക്കുന്നു, 4 ഈക്വൽ പാർട്സ് ആക്കുന്നു. സോ അവനറിയാം അവന്റെ കയ്യിലൊരു ടോഫി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരുണ്ടോ അതിനനുസരിച്ച് ഈക്വൽ പാർട്സ് ആക്കണം. അവനിൽ ഉണ്ടാകുന്ന ഒരു ക്വാളിറ്റി ഹ്യൂമാനിറ്റീസ്, എല്ലാവരോടും ആ ഒരു സ്നേഹം, കൺസേൺ കാണിക്കുന്ന രീതിയിൽ. അങ്ങനെ മാത്തമാറ്റിക്കൽ ഏരിയ അത്ര വരും. പിന്നെ വരുന്ന ലാസ്റ്റ് ഏരിയ ആണ്, 5th വണ്ണാണ് സയൻസ് ആൻഡ് കൾച്ചറൽ ഏരിയ. അതിലാണ് നമുക്ക് അതിൽ കൂടുതൽ നമ്മൾ പിക്ചേഴ്സ് ഒക്കെയാണ് ഉൾപ്പെടുത്തുന്നത്. ലൈക്ക് ഗ്ലോബ്, മാപ്പ്, അറ്റ്ലസ്, അങ്ങനെ നമ്മുടെ യൂണിവേഴ്സിനെ കുറിച്ചുള്ള ഒരു ഐഡിയയും പിന്നെ നമ്മുടെ കൺട്രിയെ കുറിച്ചുള്ള ഐഡിയയും നമ്മുടെ സ്റ്റേറ്റിനെ കുറിച്ചുള്ള ഐഡിയ ഒക്കെ അവർക്ക് കിട്ടും. പിന്നെ സോളാർ സിസ്റ്റം, അതിന്റെയൊക്കെ മോഡൽസ് ഒക്കെ നമുക്ക് അത് മോഡൽസ് ഒക്കെ അല്ലേ വെക്കാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇത് നേച്ചറുമായിട്ട് കണക്ട് ചെയ്യും. വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാകും, അല്ലാത്ത ഗാർഡൻ ഉണ്ടാകും, അവിടെ ചെടി നടുക, അവിടെയൊക്കെ വൃത്തിയാക്കുക, പിന്നെ വെള്ളം ഒഴിക്കുക, വാട്ടറിങ് ദ പ്ലാന്റ്സ്, അതെല്ലാം ഈ സയൻസ് ആൻഡ് കൾച്ചറൽ ഏരിയയിൽ അവരെ കൊണ്ട് ചെയ്യിക്കുക. പിന്നെ വാട്ടർ പ്ലേ ഉണ്ടാവും, വെള്ളത്തിൽ കളിക്കുക, പിന്നെ മണ്ണിൽ കളിക്കുക, സാൻഡ് പിറ്റ് ഉണ്ടാകും, മണ്ണ് കുഴയ്ക്കുക, ചെടി നടുക, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെയാണ് സയൻസ് ആൻഡ് കൾച്ചറൽ ഏരിയ. മ്യൂസിക്കിന്റെ സെഷൻ ഉണ്ടാക്കി. ഇങ്ങനെ 5 സെഷൻ ആയിട്ടാണ്, 5 ഏരിയ ആയിട്ടാണ് മോണ്ടിസോറി എൻവയോൺമെന്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഓരോ ഇതിലൊന്നും പല പല ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ കുട്ടിയുടെ ഇന്റലിജൻസിന് വ്യത്യാസം വരും. ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അടച്ചു വെക്കാതെ അവരെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യിക്കണം, എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യണം, അവരോരോന്നും കണ്ടുപിടിക്കട്ടെ അല്ലെ. ഗാർഡനിലൊക്കെ ചിലപ്പോൾ ബട്ടർഫ്ലൈ ഉണ്ടാകും, ഉറുമ്പ് പോകുന്നത് കാണും, അതൊക്കെ അവരിങ്ങനെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെയും അവർ ശ്രദ്ധിക്കും. ഓക്കെ, വീടിനകത്ത് അടച്ചു വെച്ചാൽ ഇതൊന്നും നടക്കില്ല. നമുക്ക് മനസ്സിലായില്ല എങ്ങനെ കുട്ടികളിൽ ഓരോ ഡെവലപ്മെന്റ് വരുന്നു എന്നുള്ളത്. അപ്പൊ നമുക്ക് നല്ല പോലെ ചില കുട്ടികൾ ഭയങ്കര സ്മാർട്ടായിട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഓടി നടന്നൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് ചെയ്യുന്നതാണ്. സോ അവർക്ക് ആ ഒരു ചൈൽഡ്ഹുഡിൽ അവരെ എന്താ പറയാ മോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള സറൗണ്ടിങ്സ് ആയിരുന്നു, എൻവയോൺമെന്റ് ആയിരുന്നു. സോ അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പൊ പിന്നെ പാരന്റ്സ് ഒക്കെ കുറെയൊക്കെ അറിയാം എങ്ങനെ കുട്ടികളെ മാനേജ് ചെയ്യണം, സോ അവർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യണം എന്നൊക്കെ കുറെ അവർക്ക് ഒരു പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ഓക്കെ, ഇത് നമുക്കെല്ലാം നമ്മൾ അനുഭവിച്ചു പോയിട്ടുണ്ടാവുമായിരിക്കും. ഭയങ്കര കഥ പറച്ചിലുള്ള അല്ലെ, സ്കൂളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് മിക്കവാറും റബ്ബർ പെൻസില് കൊണ്ടുപോകും, തിരിച്ചു വരുമ്പോ ഉണ്ടാവില്ല. ചോദിക്കുമ്പോ ഭയങ്കര കഥയൊക്കെ അല്ലേ അവര് ക്രിയേറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ഇറ്റ്സ് പോസിറ്റീവ്. അത് നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുമ്പോൾ, പോസിറ്റീവ് സൈഡിലേക്ക് യൂസ് ചെയ്യുമ്പോൾ അത് പിന്നീട് അവരുടെ അക്കാദമിക്സിൽ നല്ല പോലെ അവർക്ക് പോസിറ്റീവ് ആയിട്ടൊരു ഇമ്പാക്ട് ഉണ്ടാവും. കുട്ടികൾ ഇങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് ചില വർക്കുകൾ ചെയ്യില്ല, എക്സിബിഷൻസ് ഒക്കെ വരുമ്പോൾ ചില കുട്ടികൾ കാണാൻ തന്നെത്താനെ ചെയ്തതാണെന്ന് പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ കാണിക്കും. അത് അവരുടെ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി പവർ കൊണ്ടാണ്. ബട്ട് ഇത് തന്നെ ഫാന്റസിയിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്, പല റീസൺസ് കാരണം. വീട്ടില് ഭയങ്കര വഴക്ക്, അച്ഛനും അമ്മയും തമ്മിൽ അത്ര സുഖമല്ല, അവരെപ്പോഴും വഴക്കിടുന്നു. അപ്പൊ കുട്ടി കുട്ടിയുടെ മാത്രം ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യും, അതിൻ്റെ ഉള്ളിലിരിക്കും ഒരു ഫാന്റസി വേൾഡ്. കാരണം അതിന് സ്ട്രെസ്സും സ്ട്രെയിനും താല്പര്യമില്ല, അവന് റിലാക്സ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യും ഒരു ഫാന്റസി വേൾഡ്. ചെറുപ്പത്തില് ഇങ്ങനെ ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ. വലുതാകും തോറും ആ ഫാന്റസി വേൾഡ് കൂടുതൽ അവന് സുന്ദരമാക്കാൻ വേണ്ടി വേറെ പല വഴികളും അവൻ അന്വേഷിക്കും. അങ്ങനെ പല കാര്യങ്ങളിലും പല ആക്ടിവിറ്റീസിൽ ചെന്നുപെടും, നോൺ സോഷ്യബിൾ ആയിട്ടുള്ള പല ആക്ടിവിറ്റീസിലും ചെന്നുപെടും.
കുഞ്ഞുങ്ങളെല്ലാം ജനിക്കുമ്പോൾ എല്ലാം ഇന്നസെന്റ് ആണ്. അവരുടെ ഇങ്ങനെ അവരുടെ സാഹചര്യങ്ങളാണ് അവരെ ഓരോന്നിലേക്കും കൊണ്ട് എത്തിക്കുന്നത്. സോ നെക്സ്റ്റ് വൺ, ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ആരാ വായിക്കാം? Okay, madam, I'll do. Development of imagination and creativity. According to Maria Montessori, these are inborn powers in the child, which develops as his mental abilities are developed through his experience as he grows. The child needs practical and ordered perceptions of his environment to be capable of selecting and growing processes necessary for creative endeavors. She believed that to help the child organize his perceptions, he should be free to join with an environment which should be real, beautiful, and harmonious. To be creative, it is important to foster 3 qualities: power of attention and concentration, autonomy, and independence of judgment, which will provide freedom and ability to make his own decisions and openness to truth and reality. The child should be exposed to reality. Imagination power is of great use for the world because it generates practical applications. It is the process of forming mental images of objects in the absence of the concrete stimuli. It is the mental ability to reflect the images of memory. It is the mental ability to create original images and concepts by connecting the products of past experience. Montessori didn't like the children being exposed to fantasies, as he believed fantasies are unreal, aimless, ethereal, and do not give any beneficial base. She wanted children to have experiences that will provide rich and realistic groundwork that they can depend on his growth towards maturity. Dr. Montessori says, okay. Thank you. ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഇത് ഒരു പവർഫുൾ ആയിട്ടുള്ള കുട്ടികളുടെ ഇൻബോൺ ട്രിഗേഴ്സ് ആണെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. ഇത് കുട്ടികളിൽ വേണം, എന്നാലാണ് അവർ ക്രിയേറ്റീവ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുള്ളൂ. പക്ഷെ ഫാന്റസിയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പോകാതെ റിയൽ വേൾഡിലേക്കുമായിട്ട് അവരെ കണക്ട് ചെയ്യണം. മോണ്ടിസോറി എപ്പോഴും പറയുന്നത് കുട്ടികളെ റിയൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്യുക. റിയൽ, അതായത് റിയൽ അല്ലാത്തതിലേക്ക് ഒരിക്കലും അവരെ കണക്ട് ചെയ്യരുത്. അവർ ആ ഫാന്റസിയിലായി പോകും. സോ നമുക്ക് ഒരു സർട്ടൻ എക്സ്റ്റെന്റ് വരെ ഫാന്റസി ഈസ് ഗുഡ് അല്ലെ? നമ്മൾ ഡേ ഡ്രീം ചെയ്യാറുണ്ട്. നമുക്കൊരു ലോസ് വരുമ്പോ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ദിസ് ഇസ് ഓക്കെ, കുറച്ചു നേരത്തേക്ക് നമുക്കൊരു ആശ്വാസം ഉണ്ടാവും. ബട്ട് അതിലേക്ക് അങ്ങ് ആയി പോരുത്. ബട്ട് അത് സംഭവിച്ചില്ല, ഓക്കെ ഐ വിൽ മാനേജ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇനി ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ പോവാ. നമ്മൾ ഇരുന്ന് ആലോചിക്കുക, ഡേ ഡ്രീമിംഗ് ആണേ, ഞാൻ പഠിച്ച ഭാഗത്തുനിന്ന് മാത്രം ക്വസ്റ്റ്യൻ വരുന്നു, എനിക്ക് അതെല്ലാം ആൻസർ ചെയ്യാൻ പറ്റുന്നു, ഞാൻ ക്വാളിഫൈ ചെയ്യുന്നു, ഞാൻ ഇന്റർവ്യൂവിന് പോകുന്നു, ക്വാളിഫൈ ചെയ്യുന്നു, എനിക്ക് ആ ജോലി കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇരുന്ന് ഡ്രീം ചെയ്യുക. നമ്മളൊരു ഫാന്റസി വേൾഡിലാണ്. ബട്ട് നമ്മൾ ആ ഫാന്റസി വേൾഡിൽ നിന്ന് പുറത്ത് വന്നില്ലെങ്കിൽ നമ്മൾ അതിൽ തന്നെ ഇരിക്കും. മര്യാദയ്ക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല, ഉദ്ദേശിച്ച റിസൾട്ട് ആയിരിക്കില്ല കിട്ടുന്നത്, ചിലപ്പോൾ ഫെയിൽ ആയി പോവാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ ആ ഫാന്റസി വേൾഡിനെ റിയാലിറ്റിയിലേക്ക് മാറ്റാൻ, അതിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? എല്ലാരും ചിന്തിക്കുന്ന കാര്യം തന്നെയല്ലേ? നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ, കൂളാവാൻ ഇടയ്ക്ക് നമ്മളിങ്ങനെ ചിന്തിച്ചു കൂട്ടും അല്ലെ? സോ അത് ആ ഫാന്റസിയിൽ അൺറിയൽ ആയ വേൾഡിനകത്ത് തന്നെ നമ്മളങ്ങ് ഒരു പ്രിസണറെ പോലെ ആകാതെ റിയാലിറ്റിയുമായിട്ട് കണക്ട് ആവാൻ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യും? ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ സിറ്റുവേഷനിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കണം. അതെ, അത് ശരിക്കും നടക്കാൻ വേണ്ടിയിട്ട്
നമ്മൾ പഠിക്കുന്നു, നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്ത് പഠിക്കുന്നു, നമുക്ക് നല്ലപോലെ പെർഫോം ചെയ്യാനായിട്ട് പറ്റും. സോ ആ രീതിയിൽ പോകുന്നു. അല്ലാണ്ട് ഫാന്റസി വേൾഡിൽ നിന്ന് നമ്മൾ കയറാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾക്ക് ഒരു എഫേർട്ട് നമ്മൾ മര്യാദക്ക് ചെയ്യില്ല. അതേസമയം ദാറ്റ് ഇസ് നോട്ട് റിയൽ. ഞാനൊന്ന് ചിന്തിച്ചു കൂട്ടി, ഇറ്റ്സ് ഓക്കെ, അതൊരു ഡേ ഡ്രീമിംഗ് ആയിരുന്നു, ബട്ട് എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റണം. സോ ഞാൻ അതിനെ റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. കുട്ടികളുടെ കാര്യത്തിലും അത് തന്നെയാണ്. അവര് ഫാന്റസി വേൾഡിനുള്ളിലായി പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് അവരെ എടുക്കാനായിട്ടാണ് ഭയങ്കര പാട്. സോ അവരുടെ ഈ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി എന്നുള്ളത് വി ക്യാൻ, അതിനെ നമുക്ക് പോസിറ്റീവ് സൈഡിലേക്ക് നമുക്ക് അതിനെ പോയിന്റ് ഔട്ട് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോഴാണ് അവരുടെ അവർ അക്കാദമിക്സിൽ കാണിക്കുന്നു, അവരുടേതായ ചില ഡിസ്കവറീസ് ചെയ്യുന്നു. അല്ലെ, മറ്റേ സ്ഫടികം എന്നുള്ള മൂവിയില് മോഹൻലാലിന്റെ ചെറുപ്പം കാണിക്കുന്നുണ്ടല്ലോ. ആ കുട്ടി എന്ന് പറഞ്ഞാൽ വളരെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും ഉള്ള കുട്ടിയായിരുന്നു. അവന്റേതായ രീതിയിലുള്ള ഡിസ്കവറീസ് അവൻ ചെയ്യുക. പക്ഷെ അവനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവന്റെ ഫാദർ നിന്നു. അവനെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നു, ആ ഫാദർ നിൽക്കുന്നു. അവന്റെ ആ കഴിവുകൾ, അവന്റെ ലൈഫേ മാറിപ്പോവാണ്. അവനൊരു ബ്രാറ്റ് ആയി മാറുക, ഒരു തോന്നിയവാസി എന്നുള്ള രീതിയിൽ അവൻ മാറിപ്പോവുക. അപ്പൊ അങ്ങനെ അവന്റെ ലൈഫ് മാറുന്നതോടുകൂടി അവരുടെ ഫാമിലിയിലെ പല കാര്യങ്ങളും മാറിപ്പോകും. ഇനി അവന്റെ ഈ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ആ അച്ഛൻ അവന്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയം അപ്പോഴേക്കും എല്ലാം വൈകിക്കഴിഞ്ഞു. അവന്റെ നല്ല പ്രായം മുഴുവൻ കഴിഞ്ഞു. അല്ലെ, അതൊരു ഫിലിമാണ്, ബട്ട് എന്നാലും അതിൽ വന്നൊരു മെസ്സേജ്, ആ ഒരു ചാക്കോ മാഷിനെ പോലുള്ള എത്രയോ മാഷന്മാരുണ്ട്, അല്ലെങ്കിൽ എത്രയോ പാരന്റ്സ് ഉണ്ടായിരിക്കും, അല്ലെ. അപ്പൊ അവര് അതിൽ നിന്ന് മാറി അതിലെ ക്യാരക്ടർ മാറുന്ന പോലെയുള്ള മാറ്റം ശരിയായ സമയത്ത് നടക്കുവാണെങ്കിൽ ആ കുട്ടിയുടെ ഫ്യൂച്ചർ തന്നെ കുറച്ചുകൂടെ കളർഫുൾ ആയതിനെ, അവന്റെ ജീവിതമേ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. സോ അതാണ് ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. നമ്മൾ ശരിയായ രീതിയിൽ അവരെ പ്രൊമോട്ട് ചെയ്യണം, അവരെ മോട്ടിവേറ്റ് ചെയ്യണം. സോ അത് പുതിയ പുതിയ ഡിസ്കവറീസിലേക്ക് കുട്ടിയെ കൊണ്ട് ചെല്ലുവാണത്. അത് അവന്റെ പ്രോഗ്രസിന് കാരണമാകും. അവന്റെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതുമായിട്ട് കണക്റ്റഡ് ആയി വരും. ഇൻഡിപെൻഡന്റ് ആകുന്നു, എന്താ പറയാ, വിൽ, ഡെവലപ്മെന്റ് ഓഫ് വിൽ, പിന്നെ സൈക്കിക് ഡെവലപ്മെന്റ്, ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റ്, ഇതെല്ലാം പ്രോപ്പറായി നടക്കുമ്പോഴേക്കും ഈ ഒരു ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റിയുടെ ഡെവലപ്മെന്റ് അത് അവരെ ശരിക്കും യൂസ്ഫുൾ ആയിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്ത് കുട്ടികളെ കാര്യങ്ങൾ ചെയ്യിക്കുമ്പോഴേക്കും എത്ര റിയൽ ആയിട്ട്, അൺറിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട, റിയൽ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്ത് വരുമ്പോൾ വിൽ ബി മോർ ഹാപ്പി ആറ്റ് ഹാർമണി, പീസ് ആൻഡ് ഹാർമണി എന്നൊക്കെ പറയുന്ന പോലെ അവിടെ നല്ലൊരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആയിരിക്കും അവൻ നടത്തുന്നത്. അപ്പൊ ഈ ക്രിയേറ്റിവിറ്റി, ഇവൻ മോർ ക്രിയേറ്റീവ് ആകാനായിട്ട് ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് പൊട്ടൻഷ്യൽ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പവർ ഓഫ് അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ, കാര്യങ്ങൾ അവർ ശ്രദ്ധയോടെ മനസ്സിലാക്കുന്നു. പിന്നെ ഇൻഡിപെൻഡൻസ്, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് ജഡ്ജ്മെന്റ്. അവൻ സെൽഫ് ജഡ്ജ്മെന്റ് ആകാം, അവന് മാത്രമല്ല ഏതൊരാൾക്കും സെൽഫ് ജഡ്ജ്മെന്റ് ആകാം. നമ്മൾക്ക് നമ്മളെ തന്നെ അനലൈസ് ചെയ്യാം, നമ്മൾ ചെയ്തത് ശരിയാണോ, ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കില്ലേ, ആ രീതിയിൽ നമുക്ക് അനലൈസ് ചെയ്യാം. പ്ലാൻ എ, അത് ഇങ്ങനെ വർക്ക്ഔട്ട് ആവും, അത് വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ ഐ ഹാവ് അനദർ സൊല്യൂഷൻ, പ്ലാൻ ബി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പലതും തീരുമാനിക്കാറില്ലേ. സോ ആ രീതിയിൽ നമുക്ക് ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ട്രൂത്തും റിയാലിറ്റിയുമായിട്ട് കുട്ടി എപ്പോഴും കണക്റ്റഡ് ആണ്. ഓക്കെ, റിയാലിറ്റിയുമായിട്ട് എപ്പോഴും എക്സ്പോസ് ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. അത് ഈ റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് ഇവന്റെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, പവർ എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ ആയിട്ട് അവൻ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് അവന്റെ അക്കാദമിക്സിലായിരിക്കാം, ലൈഫിലായിരിക്കാം, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. പല രീതിയിലുള്ള തോട്ട്സ്, അവന്റെ ഇന്റലിജൻസിന്റെ ലെവലിലെ പല തോട്ട്സും പല കാര്യങ്ങളും അവന് വരും. അപ്പം അങ്ങനെ പല ഐഡിയാസും അവന് കിട്ടും, പല ഐഡിയാസും. ഇപ്പം റിയാലിറ്റിയെ കുറിച്ചുള്ള ഐഡിയ കിട്ടും, ട്രൂത്ത്, ഹോണസ്റ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ള ഐഡിയ ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് പോകുമ്പോഴേക്കും അവന് കിട്ടും. ഓക്കെ, ഇപ്പൊ ഫാന്റസി എന്നുള്ളതിനേക്കാളും എപ്പോഴും കുട്ടിയെ ഫാന്റസിയുമായിട്ട് എക്സ്പോസ് ചെയ്യാതെ റിയാലിറ്റിയുമായിട്ട് എക്സ്പോസ് ചെയ്യിക്കുക എന്നാണ് മറിയം മോണ്ടിസോറി പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ഡോക്ടർ മോണ്ടിസോറി സേസ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നുണ്ട്. അതാരാ റീഡ് ചെയ്യാം? നമുക്കൊക്കെ നമ്മളുടെ കുട്ടികളിൽ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും.
ആ നോളജ് ആൻഡ് ട്രൂത്ത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോയിന്റ്സ് പറഞ്ഞിട്ടില്ലേ, ഇതുവരെ ഡോക്ടർ മോണ്ടിസോറി സെയ്സ് എന്ന് പറഞ്ഞ ട്രൂത്ത് വരെയുള്ളത് റീഡ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റീഡ് ചെയ്യൂ കേട്ടോ. മിസ്, ഞാൻ വായിക്കാം. ഓക്കെ. Dr. Montessori says imagination can have only a sensory basis. The sensory education which prepares for the accurate perception of the different details in the qualities of the things is therefore the foundation of the observation of things and of the phenomena which present themselves to our senses. And with this, it helps us to collect from the external world the materials for the imagination. To develop child's imagination, he should be provided with a lot of experience with real things, concrete manipulation with concrete objects, read real stories to children, freedom, chances to connect with nature, sensorial education as indirect preparation for later learning through imagination and abstraction, truth and reality, cosmic access to the cultural subject, response to the child's need for knowledge and truth. സോ മോണ്ടിസോറി പറയുന്നത് ഇമാജിനേഷൻ ക്യാൻ ഹാവ് ഓൺലി എ സെൻസറി ബേസിസ്. മോണ്ടിസോറി എല്ലാം സെൻസസുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്, കുട്ടിയിൽ ഉണ്ടാകുന്ന എല്ലാ ഡെവലപ്മെന്റും. അതായത് ആ സെൻസസ് കുട്ടികൾക്ക് ഷാർപ്പായിരിക്കും. അവർ ആ സെൻസ് യൂസ് ചെയ്തിട്ടാണ് ഓരോ ആക്ടിവിറ്റീസും ചെയ്യുന്നത്. അവരുടെ പെർസെപ്ഷൻ എല്ലാം ആ സെൻസസ്, ത്രൂ സെൻസസ് ആ ഒരു ആക്ഷനിലൂടെയാണ് കിട്ടുന്നത്. ഓക്കെ. അപ്പൊ ഇവരുടെ ഈ ഇമാജിനേഷൻ ഡെവലപ്പ് ചെയ്യാനും എല്ലാം കുട്ടികൾക്ക് എന്തെല്ലാം പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. റിയൽ തിങ്സുമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ചാൻസസ്, അതിനുള്ള ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് വിത്ത് റിയൽ തിങ്സ്. അതുകൊണ്ട് മോണ്ടിസോറി മെറ്റീരിയൽസ് എല്ലാം നാച്ചുറൽ റിയൽ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ്. ആർട്ടിഫിഷ്യൽ സിന്തറ്റിക് ഒന്നും മോണ്ടിസോറി മെറ്റീരിയൽസിൽ ഇല്ല. പിന്നെ കോൺക്രീറ്റ് മാനിപ്പുലേഷൻ വിത്ത് കോൺക്രീറ്റ് ഒബ്ജക്ട്സ്. ഇവർക്ക് അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഐഡിയാസ് ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവില്ല. അതായത് നീ സത്യം പറയണം, കള്ളം പറയരുത്, സത്യസന്ധനായിരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് കിട്ടില്ല. ബട്ട് അതേസമയം ഇപ്പോ ലെങ്ത്, ബ്രെഡ്, അങ്ങനെ കോൺക്രീറ്റ് ആയിട്ടുള്ള റിയൽ ആയിട്ട് നേച്ചറിൽ കാണുന്ന കാര്യങ്ങളെ കണക്ട് ചെയ്ത് അവരെ അതിലേക്ക് എത്തിക്കുവാണെങ്കിൽ സോ അവർക്കത് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ കുട്ടികൾക്ക് റിയൽ സ്റ്റോറീസ് അത് വാങ്ങിച്ചു കൊടുക്കുക. കൂടുതൽ ഫാന്റസിയുമായിട്ടുള്ള കഥകളെക്കാളും റിയൽ സ്റ്റോറീസ് കുട്ടികളോട് പറയുക, ലൈക്ക് അങ്ങനെയുള്ള രീതി. പിന്നെ ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുക വിത്തിൻ ലിമിറ്റ്സ്, അതും കൂടെ ഓർക്കുക കേട്ടോ. ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്. ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാനുള്ള ഫ്രീഡം എന്നല്ല, അവർ ചെയ്യുന്നത് എന്തോ അവരത് എൻജോയ് ചെയ്ത് ചെയ്യുന്നു, ആ ഫ്രീഡം. നേച്ചറുമായിട്ട് കണക്ട് ചെയ്യാനുള്ള എല്ലാ ചാൻസസും അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. മഴ നനയ്ക്കാറില്ലേ ചില കുട്ടികളെ പാരന്റ്സ്? അവർക്ക് ആദ്യത്തെ മഴയല്ല, മഴയൊക്കെ ആദ്യത്തെ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അറ്റ്മോസ്ഫിയറിൽ അതുപോലുള്ള ഇൻഫെക്ഷൻ ചാൻസസ് ഉള്ള വൈറസുകളും ബാക്ടീരിയകളും നിറയെ പൊടിയും അഴുക്കും ഒക്കെ ഉണ്ടാവും. അപ്പൊ ആദ്യത്തെ മഴ മുഴുവൻ അത് വാഷ് ഔട്ട് ചെയ്ത് കളയും. അപ്പൊ അത് കഴിഞ്ഞ് അടുത്ത മഴയൊക്കെ ആവുമ്പോഴേക്കും അതൊക്കെ നനയ്ക്കുന്നത് നല്ലതാണ്. ഒരു വാട്ടർ പ്ലേ, നേച്ചറുമായിട്ട് കണക്ട് ചെയ്യിക്കുക. പിന്നെ മണ്ണുമായിട്ട് അവരെ കണക്ട് ചെയ്യിക്കുക, ചെടി നടാനായിട്ട് അവരെ വിളിക്കാം, ആ രീതിയിൽ. പിന്നെ സെൻസോറിയൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. നമ്മൾ പറഞ്ഞല്ലോ സെൻസസ് എല്ലാം നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന രീതിയിൽ വേണം അവർക്ക് ഓരോ ട്രെയിനിങ്, ഓരോ എക്സ്പീരിയൻസുകൾ കൊടുക്കുക. പിന്നെ ട്രൂത്തും റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുക എപ്പോഴും. പിന്നെ പറഞ്ഞല്ലോ സത്യം പറയുക, ഹോണസ്റ്റ് ആയിരിക്കുക എന്നൊക്കെ പറയുന്നതിനേക്കാളും ആ ട്രൂത്ത്, വാട്ട് ഈസ് ട്രൂത്ത്, അതിലേക്ക് എത്തിക്കാവുന്ന രീതിയിലുള്ള പല സബ്ജക്ട് നമ്മൾക്ക് കൊടുക്കാം. അപ്പൊ അതൊരു കഥയിലൂടെ ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷ്വൽ, റിയൽ ആയിട്ട് നടന്ന ഏതെങ്കിലും വിഷ്വൽസ്, ആ ഒരു രീതിയിലൊക്കെ കൊടുക്കാം. കുട്ടി ആദ്യമേ തന്നെ കുട്ടിയിൽ അത് വരും. പിന്നെ ഒരാളുടെ ഒബ്ജക്റ്റ് എടുക്കാൻ പാടില്ല, അങ്ങനെയുള്ള ചില സെൻസസ് അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കുട്ടിയിലേക്ക് കൊടുക്കുക. അപ്പൊ ഈ ഒരു പ്രോസസ് നടക്കുമ്പോൾ, അതായത് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി നടക്കുമ്പോൾ ഇത് പല സ്റ്റേജസിലൂടെ കുട്ടി കടന്നു പോകും. 5 സ്റ്റേജസ് ആണ്, 5 സ്റ്റേജസിലൂടെ കുട്ടി കടന്നു പോകും. നെക്സ്റ്റ് അതാണ്
5 സ്റ്റേജസും ആരെങ്കിലും ഒന്ന് വായിക്കാമോ? എന്റെ താഴെ നമുക്ക് അവരുടെ ഓരോ ലേണിംഗ് ആ ഒരു കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, ആരാ റെഡി ആയിട്ട് വന്നത്? യെസ് പ്ലീസ്. The child will go through 5 stages in the process. The first stage is when the child is absorbing the surrounding. He takes in all that is around him and it becomes a part of him. Second stage is assimilating all the information he sees. He will order the information until he gets an understanding of it. That's why the presentation must be clear and consistent, and the idea you are teaching isolated. Third stage is when the child becomes familiar with the idea and wants to practice. There is a need for repetition in which he discovered new things. Fourth stage is when the child is using his imagination and he makes connection between the materials and the surroundings. Fifth stage is when the child is doing creative action or spontaneous activity. To encourage this creativity in the classroom, we must look at certain areas such as സോ ഈ ഒരു ഡെവലപ്മെന്റിൽ 5 സ്റ്റേജസിലൂടെ കുട്ടി കടന്നു പോകുന്നുണ്ട്, അതാണ് നമ്മൾ പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പറഞ്ഞു, കുട്ടികൾക്ക് അബ്സോർബൻ മൈൻഡ് ആണ്. ചുറ്റും നടക്കുന്നത് മുഴുവനും അവരങ്ങോട്ട് ഡിവോർ ചെയ്യുന്ന പോലെ അവരങ്ങ് വലിച്ചെടുക്കുക. ഇൻ ഓൾ ദാറ്റ് ഈസ് അറൌണ്ട് ഹിം ആൻഡ് ഇറ്റ് ബിക്കംസ് എ പാർട്ട് ഓഫ് ഹിം. അവന്റെ ഭാഗമാകുന്നു അതെല്ലാം തന്നെ. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് കാണുന്ന ഇൻഫർമേഷനെ അവനൊന്ന് അനലൈസ് ചെയ്യും, അതിനൊരു ഓർഡർ ആക്കും. ലൈക്ക് അവരുടെ ഒരു സിസ്റ്റമാറ്റിക് ഓർഡർ അവരുടെ രീതിയിൽ അവരുടെ പെർസെപ്ഷൻ അനുസരിച്ച് അതിനൊരു ഓർഡർ ആക്കും. രാവിലെ പാൽക്കാരൻ പാല് കൊണ്ടുവരുന്നു, സോ ഹി നോസ് ദാറ്റ് ആ ഒരു ടൈമില് ആള് പാലുമായിട്ട് വരുന്നു, മനസ്സിലാവും. പിന്നെ ചിലപ്പം കുട്ടികൾ സ്കൂളിൽ പോകുന്നത് അവന്റെ അമ്മ അവനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും, ഗേറ്റിന്റെ അവിടെ നിർത്തിയിട്ട്, അങ്ങനെ അത് കാണും. അല്ലെങ്കിൽ അവന്റെ വീട്ടിലുള്ള ചേച്ചിയോ ചേട്ടനോ സ്കൂളിൽ പോകുന്നു, അപ്പൊ അവന്റെ മനസ്സിൽ ഇതെല്ലാം ഇംപ്രഷൻസ് ആയിട്ട് കിടക്കും. രാവിലെ അവൻ എണീക്കുമ്പോ ചിലപ്പോൾ ആദ്യം കാണുന്നത് പാൽക്കാരൻ പാലുമായിട്ട് വരുന്നതായിരിക്കും. പിന്നെ ചേച്ചി അല്ലെങ്കിൽ ചേട്ടൻ റെഡി ആയിട്ട് സ്കൂളിൽ പോകുന്നു, അച്ഛൻ ഓഫീസിൽ പോകുന്നു, അമ്മൂമ്മ ഇരുന്നിട്ട് എന്തെങ്കിലും പ്രയർ ചൊല്ലുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അങ്ങനെ അവൻ വീടുകളിൽ കാണുന്നത് അവന്റെ പെർസെപ്ഷൻ അനുസരിച്ച് അവനൊരു ഓർഡർ ആക്കി വെക്കും. അവന് കിട്ടുന്ന ഇൻഫർമേഷനെ അവൻ അനലൈസ് ചെയ്യുന്നതാണ് സെക്കൻഡ് സ്റ്റേജിൽ വരുന്നത്, അവന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് അവന്റെ മുന്നിൽ കാണുന്നതെല്ലാം ക്ലിയർ. ഈവൻ ദോ നമ്മൾ എന്തെങ്കിലും അവന് ചെയ്യിക്കുവാണ്, ഒരു ആക്ടിവിറ്റി ചെയ്യിക്കുവാണെങ്കിലും അത് ക്ലിയർ ആയിരിക്കും. ഫസ്റ്റ് ഇപ്പം 2.5 വയസ്സൊക്കെ കഴിയുമ്പോൾ കുട്ടികളെ പതുക്കെ എഴുതാനും പടം വരയ്ക്കാനും കാണുന്നതൊക്കെ അവരുടെ കാഴ്ചപ്പാടിലൂടെ കോറിയിടാനൊക്കെ അവർ നോക്കും. സോ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കളറിംഗ് ബുക്ക്, അങ്ങനെയുള്ള ആക്ടിവിറ്റി ബുക്ക്, അതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യാം അവരുടെ ഓരോ ഏജ് ആകുമ്പോഴേക്കും. അപ്പോൾ നമ്മളൊരു കുഞ്ഞിനെ ഇതുപോലൊരു പ്രോസസ്സിലൂടെ, ലേണിംഗ് പ്രോസസ്സിലൂടെ കൊണ്ടുപോകുമ്പോൾ ഇതെല്ലാം നമ്മളുടെ മനസ്സിലുണ്ടാവണം. അവർക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത്, അവരിലൊരു സിസ്റ്റമാറ്റിക് ഓർഡർ ഉണ്ട്, അത് എൻവയോൺമെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. നെക്സ്റ്റ് തേർഡ് സ്റ്റേജ് ഓക്കെ. അപ്പൊ അവന് ഓരോ കാര്യങ്ങൾ, ഇപ്പൊ ഒരു ആക്ടിവിറ്റി നമ്മൾ കൊടുക്കുവാണ്, ആ ആക്ടിവിറ്റി പലതവണ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഡെമോ കൊടുക്കുന്നു, നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്ത്, അങ്ങനെ ആ ഒരു ഐഡിയ അവന് കിട്ടുന്നു, അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ കളറിങ് ചെയ്യുമ്പോൾ കുട്ടികൾ കളർ ചെയ്യുമ്പോഴേക്കും പുറത്തേക്കൊക്കെ പോകും അല്ലെ, കളറിങ്ങിന് പുറത്തേക്ക് പോകും. ചില ഭാഗങ്ങളിൽ കളർ കുത്തി പിടിക്കുമ്പോൾ കളർ അധികമാവും. അവർ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴേക്കും അവർക്ക് കളറിങ് ചെയ്യുന്നതിന് അവരിലൊരു പെർഫെക്ഷൻ വരും. ഓക്കെ. അപ്പൊ ആ റിപ്പീറ്റേഷൻ, ആ പലതവണ റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് പുതിയ പുതിയ വ്യത്യാസങ്ങൾ വരുന്നത്. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഇത് വരണമെന്നില്ല. നെക്സ്റ്റ് ഫോർത്ത് സ്റ്റേജ് ഇമാജിനേഷൻ യൂസ് ചെയ്യുമ്പോൾ പല ചുറ്റുമുള്ള മെറ്റീരിയൽസുമായിട്ടും സറൗണ്ടിങ്സുമായിട്ടും അവൻ കണക്ട് ചെയ്യുന്നു. ഒരു കളർ അവൻ ആദ്യമായിട്ട് യെല്ലോ കളർ
മനസ്സിലാകുമ്പോൾ അവന്റെ വീട്ടില് ഗാർഡനിലുള്ള പൂക്കള് അതുമായിട്ട് കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഡ്രസ്സ്, അങ്ങനെ എന്തൊക്കെയാണോ മനസ്സിലാക്കുന്നത് അതെല്ലാം സറൗണ്ടിങ്സിലുള്ള മെറ്റീരിയൽസ് ആയിട്ടും എല്ലാമായിട്ടും കണക്ട് ചെയ്തു. 5th സ്റ്റേജ് ക്രിയേറ്റീവ് ആയിട്ട് ഉള്ള ആക്ഷൻസ് അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആക്ടിവിറ്റി, പെട്ടെന്നായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അവന്റെ ഈ ക്രിയേറ്റിവിറ്റിയെ നമ്മൾ എൻകറേജ് ചെയ്യിക്കണം. അതിപ്പോ ക്ലാസ്സിൽ വന്നു തുടങ്ങുന്ന KG സെഷനിലുള്ള കുട്ടികളാണെങ്കിലും ഏതെങ്കിലും ഒരു ഏരിയയിലായിരിക്കും ഓരോ കുട്ടി ക്രിയേറ്റിവിറ്റി കാണിക്കുന്നത്. അപ്പൊ അവിടെ അവനെ എൻകറേജ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾക്ക് ഒരു ഫെസിലിറ്റേറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ അത് ഒബ്സർവ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് അത് മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ ചില കുട്ടികൾക്ക് പാടുന്നതിലായിരിക്കും, ചില കുട്ടികൾക്ക് ഈ പറയുന്ന പോലെ എന്തെങ്കിലും മെക്കാനിക്കൽ രീതിയിലുള്ള പണികൾ ഓരോന്ന് ഫിറ്റ് ചെയ്യുന്നതിലും അങ്ങനെ ഓരോരുത്തരും ഓരോ ഇൻട്രസ്റ്റ്, വരയ്ക്കുന്നതിലായിരിക്കും ചിലര് ഡാൻസ് ചെയ്യുന്നതിലായിരിക്കും. അങ്ങനെ കുട്ടിയുടെ ഓരോ ക്വാളിറ്റി, ആ ഒരു പവർ മനസ്സിലാക്കി അവരെ അവിടെ ആ ഏരിയയിൽ എൻകറേജ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾക്ക് അങ്ങനെ കുട്ടിക്ക് പല രീതിയിലുള്ള ലേണിംഗ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസും എൻവയോൺമെന്റ് അല്ലെങ്കിൽ സറൗണ്ടിങ്സ് ആണ് നെക്സ്റ്റ് ഒരു ടേബിൾ പോലെ കൊടുത്തിരിക്കുന്നത്. പേജ് മുഴുവൻ കാണാൻ വേണ്ടി ഒന്ന് സൂം ഔട്ട് ചെയ്യാറുള്ളൂ. ഓക്കെ, സോ ഈ ലേണിംഗ് അവർ കടന്നു പോകുന്ന ലേണിംഗ് ഏരിയ ആണ് ഫസ്റ്റ് കോളത്തില്. അതിനവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് സെക്കൻഡ് കോളത്തിൽ. ഓരോ ലേണിംഗ്, അതായത് ഓരോ റോയിലുള്ളതും അങ്ങനെ വായിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളുടെ കുഞ്ഞുങ്ങളിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് ഷെയർ ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ലേണിംഗ് ആരാ വായിക്കുക? എന്ത് പറ്റി? നിങ്ങളുടെ ബാച്ചിൽ വന്ന ഒരു ടെമ്പോ ഇപ്പൊ കാണുന്നില്ലല്ലോ. ടെക്സ്റ്റിലും അതിൽ നിന്ന് വ്യത്യാസമുണ്ടോ? PDF ഇല്ലല്ലോ, അങ്ങനെ ടേബിള് ഇല്ല. ഇല്ല. ടേബിൾ ഉണ്ട്, ടേബിൾ ഉണ്ട്. പക്ഷെ അത് നടുക്കുള്ള ആ ലൈൻ ഇല്ലാന്നുള്ളൂ, ഒന്നിച്ചാണ് തന്നേക്കണത്. കൺസ്ട്രക്ഷൻ ഏരിയ എന്ന് പറഞ്ഞിട്ട് അവിടെ ഡിവൈഡ് ചെയ്തിട്ടില്ല, നേരെ തന്നെ അടുത്ത സെന്റൻസ് വന്നേക്കണേ. ആണോ? അതായത് നമ്മള് ഓരോ ലേണിംഗ് ഏരിയ ഡിഫറൻസ് ഉണ്ട്, എന്തോ ഡിഫറൻസ് ഉണ്ടെന്ന് എഴുതിയേക്കുന്നത്. അതെയോ? ആ, ഞാൻ വായിക്കാം, എനിക്കുള്ള PDF ഒന്ന് വായിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വായിച്ചോളൂ, നിങ്ങളുടെ വായിക്കും, അത് പറയാം. okay, miss. Construction area, many boxes with junk. The child can use his imagination and make whatever he wants. യെസ്, അതാണ് ഫസ്റ്റ്. യെസ്, അത് തന്നെയാണല്ലോ അതും. ഇല്ലേ? കൺസ്ട്രക്ഷൻ അത് ഒന്നിച്ചാണുള്ളത്, ടേബിൾ ആയിട്ടല്ല ഉള്ളത്, രണ്ട് പാർട്ടായിട്ടല്ല ഉള്ളത്. ഓക്കെ, മനസ്സിലായി. നിങ്ങൾ വേണമെങ്കിൽ പെൻസിൽ വെച്ച് അതിനെ സെപ്പറേറ്റ് ചെയ്തോളൂ, അപ്പൊ പിന്നെ മനസ്സിലാകാൻ എളുപ്പമുണ്ട്. കൺസ്ട്രക്ഷൻ ഏരിയ, മെനി ബോക്സസ് വിത്ത് ജങ്ക്. ദ ചൈൽഡ് ക്യാൻ യൂസ് ഹിസ് ഇമാജിനേഷൻ ആൻഡ് മേക്ക് വാട്ട് എവർ ഹി വാണ്ട്സ്. നമ്മൾ ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് എന്ന് പറയും. അതായത് വേസ്റ്റ് ആണെന്ന് വിചാരിച്ച് കളയുന്ന ചില കാര്യങ്ങള് നമ്മളൊരു ജങ്ക്, ഒരു ബോക്സിന് പല പല സാധനങ്ങൾ വെക്കുക. ചിലപ്പോൾ പേപ്പർ ഉണ്ടാകും, ചെറിയ കാർഡ്ബോർഡ് പീസസ് ഉണ്ടാകും, അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ടാകും. ഏതെങ്കിലും ടോയുടെ പൊട്ടിയ ഭാഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ടോയ് മുഴുവനായിരിക്കാം പഴയത്, അങ്ങനെ പറയും. അപ്പൊ കുട്ടി അതെല്ലാം വെച്ച് അവന്റെ ഐഡിയ വെച്ചിട്ട് അവൻ ചില കാര്യങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. സോ അവിടെ ലേണിംഗ് എന്ന് പറയുന്നത് ആ ഒരു കൺസ്ട്രക്ഷൻ, പല കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ കിട്ടും. സോ അവിടെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന മെറ്റീരിയൽസ് മെനി ബോക്സസ് വിത്ത് ജങ്ക് ആണ്. അവന്റെ ഇമാജിനേഷൻ അനുസരിച്ച് ഹി വിൽ മേക്ക് വാട്ട് എവർ ഹി വാണ്ട്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ടെക്നോളജി ഏരിയ. Technology area, wood, elastic bands, etc. For example, the child can plan a model on paper and then create one. ടെക്നോളജി ഏരിയ, കുട്ടികൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് വുഡൻ പീസസ്, ഹാം ആകുന്ന രീതിയിലുള്ളതല്ല, ഫൈൻ ആയിട്ടുള്ള
വുഡൻ പീസസ്, ഇലാസ്റ്റിക് ബാൻഡ്സ്. അപ്പൊ 2 പീസസിനെ അവര് ഈ ഇലാസ്റ്റിക് വെച്ചിട്ട് 2 കണക്ട് ചെയ്യും. അവരുടെ ഇഷ്ടം പോലെ അവരുടെ ഇമാജിനേഷൻ അനുസരിച്ച് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യും. ഒരു മോഡൽ ഉണ്ടാക്കാം, അങ്ങനെ ആ ഒരു രീതിയിൽ. ചില കുട്ടികൾക്ക് കാണാറില്ലേ, വീടുണ്ടാക്കി, ഞങ്ങൾ സ്കൂൾ ഉണ്ടാക്കി എന്നൊക്കെ പറയും ചില മെറ്റീരിയൽസ് ഒക്കെ കൊടുക്കുമ്പോൾ. അത് അവരുടെ ടെക്നോളജി സൈഡ് ബൂസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ലേണിംഗ് ആണ് അവിടെ കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് സയൻസ് ഏരിയ. Science area. Sandpit in the garden, water play. യെസ്, സയൻസ് ഏരിയ ഞാൻ നേരത്തെ പറഞ്ഞപ്പോ സാൻഡ് പിറ്റിന്റെ കാര്യവും വാട്ടർ പ്ലേയുടെ കാര്യവും പറഞ്ഞിരുന്നു. അപ്പോ നിങ്ങൾ വിചാരിക്കും വാട്ടർ പ്ലേ എന്ന് പറയുമ്പോൾ ഇച്ചിരി അപകടമാകുമോ, പൂൾ എന്നൊക്കെ പറയുന്നത് അപകടമാകുമോ? ഞാൻ പോയിരുന്ന മോണ്ടിസോറി സ്കൂളിലെ സാർ അതുകൊണ്ട് അതിന് മാത്രം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തിരുന്നു. ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടില്ലേ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പൂള്, ഈ പ്ലാസ്റ്റിക്കിന്റെ പോലത്തെ എയർ ബാഗ്, എയർ ഫില്ല് ചെയ്യുന്നത്. അതാകുമ്പോ അപകടമൊന്നും ഇല്ലല്ലോ, കുട്ടി ഒന്ന് തെന്നി അതിനകത്ത് വീണാലും വലിയ അപകടമൊന്നും സംഭവിക്കില്ല. പൂളിലൊക്കെ ആകുമ്പോ ഈ ടൈൽസിലൊക്കെ തലയടിക്കാം, തല പോയിടിക്കാം, അങ്ങനെയൊക്കെ ചാൻസ്. അപ്പൊ അങ്ങനെയുള്ള വാട്ടർ പ്ലേ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഗാർഡനില് സാൻഡ് പിറ്റ്, അതിൽ ഇവര് കാല് വെച്ച് മണ്ണ് കുഴയ്ക്കും, ചെടി നടും, ചെടികൾക്ക് വെള്ളം ഒഴിക്കും, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ആ ഒരു ചെടി വളരുന്നത്, അപ്പൊ സീഡ് ഒരു ദിവസം ഇട്ടു, അങ്ങനെ അങ്ങനെ അവർ ആ പ്രോസസ് കാണിച്ചു കൊടുക്കും. അതിന്റെ മുള വരുന്നതും അത് വലുതായി ഇലകൾ വരുന്നതും. അപ്പൊ അതെല്ലാം സയൻസ് അല്ലെ, സയൻസ് ഏരിയയിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് മാത്സ് ഏരിയ. Maths area. Board games, shapes of all patterns. യെസ്, മാത്സ് ഏരിയയില് ബോർഡ് ഗെയിംസ് ഉദ്ദേശിക്കുന്നത് ഈ മാത്സിന്റെ പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ബോർഡുകളുണ്ട്. അഡീഷൻ ബോർഡ്, സബ്ട്രാക്ഷൻ ബോർഡ്, മൾട്ടിപ്ലിക്കേഷൻ ബോർഡ്, ഡിവിഷൻ ബോർഡ്, അങ്ങനെ അങ്ങനെ കുറെ ആക്ടിവിറ്റീസിന് ബോർഡ്സ് ആയിട്ടും ഉണ്ട്. പല ഷേപ്സും കൊടുക്കും. ഇപ്പൊ ട്രയാങ്കിൾ, അത് തന്നെ 3D, അതായത് സ്ഫിയർ. അപ്പൊ സ്ഫിയർ ഒക്കെ ആകുമ്പോൾ അവര് സറൗണ്ടിങ്സുമായിട്ട് കണക്ട് ചെയ്യും. അവര് കളിക്കുന്ന പന്തിന്റെ ഷേപ്പ്. പിന്നെ അതുകൂടാതെ ഇപ്പൊ ഭക്ഷണം, ചില സാധനങ്ങളൊക്കെ നമ്മൾ കൊഴുക്കട്ട പോലത്തെയൊക്കെ അങ്ങനെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ അങ്ങനെ എല്ലാമായിട്ട് ഇവര് കണക്ട് ചെയ്യും. പിന്നെ ഗ്ലോബ് വെച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്യും. നമ്മളുടെ എർത്തിന്റെ ഷേപ്പ് അതാണ്, അങ്ങനെയൊക്കെ കണക്ട് ചെയ്യും. പിന്നെ ഈ ഓവൽ ഷേപ്പ് നിങ്ങൾക്ക് അറിയാലോ, അതിന്റെ സോളിഡ് ഷേപ്പ് ആണ് ഒവോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ എഗ്ഗുമായിട്ട് അവരെ കണക്ട് ചെയ്യും. അങ്ങനെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അത് മാത്സ് ഏരിയയിൽ അങ്ങനെ പല ഷേപ്സും പാറ്റേൺസും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ലാംഗ്വേജ് ഏരിയ. Language area. Tell the children a story and they can retell it, tape it, and have different tapes to listen to. ലാംഗ്വേജ് ഏരിയ കുട്ടികളോട് ഒരു കഥ പറഞ്ഞു കൊടുക്കുക. അവരോട് ഈ കഥ തിരിച്ച് പറയാൻ പറയണം. അപ്പൊ അവരെന്താ നല്ല അറ്റൻഷനോട് കൂടി ഇരിക്കും. ഫെസിലിറ്റേറ്റർ കഥ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർ ശ്രദ്ധിച്ചിരുന്നിട്ട് കേട്ട കഥ അവര് റിപ്പീറ്റ് ചെയ്യും. അത് തന്നെ അവർ പറയുന്നത് റെക്കോർഡ് ചെയ്യാം. പണ്ടത്തേതായതുകൊണ്ടാണ് ടേപ്പ് എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇപ്പൊ നമുക്ക് മൊബൈലിൽ നമ്മൾ വീഡിയോ എടുക്കുമല്ലോ, അത് റെക്കോർഡ് ചെയ്യാം. അങ്ങനെ പല കുട്ടികളും പറഞ്ഞത് ഡിഫറെന്റ് വീഡിയോസ് അവരെ കാണിച്ചു കൊടുക്കാം. ഓഡിയോസ് ഉണ്ടെങ്കിൽ ഓഡിയോ കേൾപ്പിച്ചു കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഏരിയ. Art and craft area. Finger painting, paper printing, etc. To do collage, junk art, etc. ഓക്കെ, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഏരിയയിൽ നമ്മൾ കുട്ടികളെ കൊണ്ട് അവരുടെ വിരലുകളിലെ പെയിന്റ് ഇങ്ങനെ മുക്കി ഫിംഗർ പെയിന്റിങ് ചെയ്യിക്കാം, വെജിറ്റബിൾ പെയിന്റിങ് ചെയ്യിക്കാം അല്ലെ. ഇത് ലേഡീസ് ഫിംഗർ വെച്ചിട്ട്, പൊട്ടറ്റോ വെച്ചിട്ട് അങ്ങനെ വെജിറ്റബിൾ ഡൈയിങ്, വെജിറ്റബിൾ പ്രിന്റിങ് ഒക്കെ ചെയ്യിക്കാം. ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന് പേപ്പറുകളിൽ പ്രിന്റ് എടുപ്പിക്കാം, അങ്ങനെ കൊളാഷ് ചെയ്യിക്കാം. പേപ്പർ പീസസ് കട്ട് ചെയ്തിട്ട്, അപ്പൊ സിസേഴ്സ് ഒക്കെ പിടിക്കാനും പേപ്പർ കട്ട് ചെയ്യാനും ഒക്കെ അവർ പഠിക്കും. അങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊളാഷ് പോലെ ചെയ്യാനും അതെല്ലാം അവരെ കൊണ്ട് ചെയ്യിക്കാം. നെക്സ്റ്റ് മ്യൂസിക് ഏരിയ. Music area. Stories with instrument like Peter and the Wolf. Reading. Make different instrument like drums, water in bottles. ഓക്കെ, ഈ പീറ്റർ ആൻഡ് ദ വോൾഫ് എന്ന് പറയുന്നത് ഒരു ഫേമസ് സ്റ്റോറിയാണ്. നമ്മൾ കേട്ടിട്ടില്ല. നമ്മളിപ്പോ മലയാളത്തിലെ ആമയും മുയലും അല്ലെങ്കിൽ
മങ്കി ആൻഡ് ക്രോക്കഡൈൽ, അതൊക്കെയാണല്ലോ നമ്മളുടെ കോമൺ സ്റ്റോറീസ് ആയിട്ട് വരുന്നത്. അതുപോലെ നമുക്ക് ആ ഒരു യൂറോപ്യൻ സ്റ്റൈലിലാണല്ലോ നമ്മുടെ മെറ്റീരിയൽസ് വീഴും. പീറ്റർ ആൻഡ് ദ വുൾഫ് എന്നുള്ള ഒരു സ്റ്റോറി, അങ്ങനെ അങ്ങനെ കുട്ടികൾക്ക് ഫെമിലർ ആയിട്ടുള്ള ചില കഥകൾ തന്നെ അവർ പറയില്ലേ, വീണ്ടും പറഞ്ഞതാ മാമി പോയിലെ കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക്. മങ്കി ആൻഡ് ക്രോക്കഡൈലും ഒക്കെ അതുപോലെ തന്നെയാണ്. അവരെ റിപ്പീറ്റ് ചെയ്യിക്കും നമ്മളെ കൊണ്ട്. നമ്മൾ വിചാരിക്കും എത്ര പ്രാവശ്യം പറഞ്ഞു മടുത്തു എന്നുള്ള രീതി പറയും. എന്റെ മോള് കുഞ്ഞായിരുന്ന സമയത്തെ 4 വയസ്സൊക്കെ ഉള്ള സമയത്ത് അവർക്ക് ഒരു പാട്ടിനോട് ഭയങ്കര ഒരു അട്രാക്ഷൻ, അതുപോലെ തന്നെ ഒരു സിനിമയോട് ഭയങ്കര അട്രാക്ഷൻ ആയിരുന്നു. നമ്മൾ കാറിൽ പോകുമ്പോൾ ആ ഒരു പാട്ട് ചിലപ്പോൾ ഒരു 3 hours ജേർണി ആണെങ്കിൽ ഈ 3 hours ഈ പാട്ട് തന്നെ ഇങ്ങനെ ലൂപ്പിൽ കിടന്ന് ഇടും. കാരണം കൊച്ചിന് അത് മതി, ആ പാട്ട് മതി. സിനിമയുടെ പേരിൽ മറന്നുപോയേ, കമലഹാസന്റെ സിനിമയാണ്. കമലഹാസൻ ഒരിടയ്ക്ക് ഇങ്ങനെ അമാനുഷിക രീതിയിലുള്ള സിനിമയൊക്കെ ഇറങ്ങുമായിരുന്നില്ലേ, ദശാവതാരമാണ് എനിക്ക് ഓർമ്മയില്ല. മുകുന്ദ എന്ന് പറഞ്ഞിട്ട് പാട്ടുണ്ട്. അവള് ഞങ്ങളുടെ കൂടെ കാറിൽ കയറുന്ന എല്ലാവർക്കും ആ പാട്ട് ഫെമിലിയറാണ്. കാരണം ഇവള് ആ പാട്ടേ ഇടിക്കുള്ളൂ. പിന്നെ സിനിമ കാണുന്നത് ഹാപ്പി ഹസ്ബൻഡ്സ്, ആ കുട്ടി അതൊരു 100 പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുണ്ടാവും. അവർക്ക് ചില കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഈ മൂവിയും ഈ പാട്ടും ആയിരുന്നു അവളുടെ അന്നത്തെ ആ ഏജിലെ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം. നമ്മളും മടുത്ത് പൂക്കറെ കാണുമ്പോ നമ്മളും കൂടി ഇരിക്കണമല്ലോ. ഡയലോഗ്സ് ഒക്കെ നമുക്ക് കാണാൻ പാടാം. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, സ്റ്റോറി, മ്യൂസിക്കൽ ഏരിയ, പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യാം. ഡ്രംസ്, അതുപോലെ തന്നെ ജാസ്, അങ്ങനത്തെ ഇതില്ലേ. പിന്നെ സൈലോഫോൺ, പിന്നെ വാട്ടർ ഇൻ ബോട്ടിൽസിൽ ഇങ്ങനെ വാട്ടർ വെച്ചിട്ട് സ്ട്രിങ് കൊണ്ട് ഇങ്ങനെ തട്ടുമ്പോഴേക്കും പല ടോണിലുള്ള മ്യൂസിക് കേൾക്കല്ലേ, അതൊക്കെ ചെയ്യാം. നമുക്ക് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണല്ലോ. വലിയ ട്രെയിനിങ് ഒന്നും ആവശ്യമില്ലാത്തൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് അല്ലെ. നെക്സ്റ്റ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്. Physical activities, gym, games, and movement activities. ഈ മങ്കി ബാർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ പാർക്കുകളിലൊക്കെ കാണാറില്ലേ? മുകളിൽ തൂങ്ങി ഹാങ് ചെയ്ത് പോകും. അവരുടെ ബോഡി ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് ഏറ്റവും നല്ലതാണ്. നമ്മൾ വിചാരിക്കും ഇപ്പൊ വീഴുന്നു, പക്ഷെ അവർ വീഴില്ല. അവർ ബാലൻസ് ചെയ്ത് ഓരോ ഇതിൽ കൂടെ ഇങ്ങനെ ചാടി ഇങ്ങനെ പോകും. അപ്പൊ അതുപോലെ ഇവരുടെ ഫിസിക്കൽ മൂവ്മെന്റിനും ആക്ടിവിറ്റീസിനും വേണ്ടുന്ന ഗെയിംസും ചെറിയൊരു ജിം പോലെയൊക്കെ സെറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഈ സ്കൂളുകളിൽ ഊഞ്ഞാലൊക്കെ കാണും അല്ലെ, സ്കൂളുകളിലെ KG സെഷനിൽ കാണാം. സീസോ, ഊഞ്ഞാല, ഇതുപോലുള്ള മങ്കി ബാർ. സ്കൂളുകളിൽ അങ്ങനെ ചെയ്യില്ല, കാരണം പേടിയായിരിക്കും. അതുപോലെ താഴെ സാൻഡ്വിച്ച് ഉണ്ടാക്കണം. അങ്ങനെ എങ്ങാനും വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും പറ്റരുതല്ലോ ആ രീതിയിൽ. അങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റീസിന് വേണ്ടത് ചെറിയ ബോളൊക്കെ കൊടുക്കും, ഫുട്ബോളുകളൊക്കെ കളിക്കാനും അങ്ങനെയൊക്കെ. നെക്സ്റ്റ് ഇമാജിനേറ്റീവ് പ്ലേ. Imaginative play, role play. This is when children act out games based on situation they can see around them, like mummy and papa, doctors and nurses, teachers and children. This is not fantasy, but the child's way of understanding relationships and situations they see around them. പറഞ്ഞ റോൾ പ്ലേ കൊടുക്കുമ്പോഴും റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്ന റോൾ പ്ലേ. ഇതിനകത്ത് പറഞ്ഞ മമ്മി ആൻഡ് പപ്പ, ഡോക്ടർ ആൻഡ് നഴ്സ്, ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ്, ടീച്ചർ ആൻഡ് ചിൽഡ്രൻ എന്നൊക്കെ പറയുന്നത് അവർ കാണുന്ന കാര്യങ്ങൾ തന്നെയാണല്ലേ. സോ ആ രീതിയിലൊക്കെ റോൾ പ്ലേ കൊടുക്കുക. എല്ലാ കുട്ടികളും കളിക്കുന്ന ഒരു കളിയാണ് ടീച്ചറും കുട്ടി ബോർഡിൽ എഴുതുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതൊരു ഫാന്റസി അല്ല, അത് കുട്ടി മനസ്സിലാക്കുന്നു റിലേഷൻഷിപ്പ്. ടീച്ചർ എങ്ങനെയായിരിക്കും, കുട്ടി എങ്ങനെയായിരിക്കണം, ടീച്ചറോട് ചോദിക്കുമ്പോ, അല്ലെങ്കിൽ അമ്മയും അച്ഛനും, പിന്നെ എന്താ പറയുക ഡോക്ടർ, നഴ്സ്, ഇതൊക്കെ അത് കുട്ടി ഇതുപോലെ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ കാണുന്ന പല കാഴ്ചകളായിരിക്കുമല്ലോ. സോ ഇതാണ് ഓരോ ലേണിംഗ് ഏരിയയും അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ട രീതിയിലുള്ള മെറ്റീരിയൽസും. അതൊരു സ്കൂളാണെങ്കിലും, ഒരു മോണ്ടിസോറി സ്കൂളാണെങ്കിലും അല്ലാത്ത സ്കൂളാണെങ്കിലും ഈ രീതിയിൽ ആ ഒരു എൻവയോൺമെന്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുട്ടിയുടെ ഡെവലപ്മെന്റ് നല്ലൊരു പ്രോസസ്സിൽ പോകും എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് അടുത്ത ദിവസം എടുക്കാം. അവരുടെ ഇമോഷണൽ, സ്പിരിച്വൽ ആ ഒരു കാര്യം വരുന്നതാണ്. ലൈക്ക് സങ്കടം, സന്തോഷം. അതായത് കുഞ്ഞിനെ അമ്മ പറ്റിക്കില്ലേ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടിൽ പറയില്ല അമ്മ പോയി എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര സങ്കടം, ഓടിപ്പോയി അവിടെ ഒക്കെ അന്വേഷിക്കും. സോ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ബോണ്ടിങ്ങും അവരുടെ ഇമോഷൻസ് ഫോം ചെയ്യുന്നതും, പിന്നെ വീടുകളിൽ ഫോളോ ചെയ്യുന്ന ചില ട്രഡീഷണൽ ആയിട്ടുള്ള രീതികൾ, ബിലീഫിനനുസരിച്ചുള്ള പ്രെയർ, അതെല്ലാം കുട്ടികൾ, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം ഇവിടെ മോറൽ സൈഡില് വാല്യൂസ് അങ്ങനെയുള്ളതെല്ലാം വരാനായിട്ട് അതിന് ഹെൽപ്ഫുൾ ആയിരിക്കും.
നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടോ? യൂസ് സൈൻ ഇൻ ആൻഡ് സൈൻ ഔട്ട് പ്ലീസ്. യെസ് പ്ലീസ്. PG ക്ലാസ്സിൽ ഇനി ഞങ്ങള് സാറ്റർഡേ മാത്രം കയറിയാൽ മതി എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. യെസ്. അതെന്താണെന്നറിയോ, നമ്മുടെ 2 ബാച്ചസിന്റെ കോഴ്സ് ഡ്യൂറേഷൻ ഏപ്രിൽ ആകുമ്പോൾ കഴിയും. അപ്പൊ PG ഇപ്പൊ പോകുന്ന രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ തീർക്കാൻ പറ്റില്ല. അവർ ഓൾറെഡി മാനേജ്മെന്റിന്റെ ഒരു പേപ്പർ പാർട്ട് 4 പഠിച്ചു കഴിഞ്ഞതാ. അപ്പൊ അവർക്ക് എളുപ്പം ഇത്ര ലാഗ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതറിയാത്ത കുറച്ച് പേര്, പുതിയ ബാച്ചസിലെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ട് 4 ആയിട്ടില്ല മോഡ്യൂൾ 1 അത് ആ മാനേജ്മെന്റ് പേപ്പർ പഠിച്ചു കഴിയുമ്പോഴേക്കും എളുപ്പമായിരിക്കും. ഈ ഒരു PGയുടെ സബ്ജക്ട് പെട്ടെന്ന് പോകും. അപ്പൊ 2 പേരും കൂടെ മിക്സ് ആയിട്ടിരിക്കുമ്പോൾ സ്പീഡിൽ ചെയ്യാൻ പറ്റില്ല. കാരണം അതിനനുസരിച്ച് വേണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് പാർട്ട് 4 ആയ ബാച്ച് വരെ നമ്മൾ ഒറ്റ ബാച്ച് ആക്കി. ലൈക്ക് 5 വരെ, MT5 വരെ, 6, 7, 8, 9 അടുത്ത ബാച്ച്. കാരണം നിങ്ങൾക്ക് ഇനി സമയമുണ്ട്. ഇനി ഇവരുടെ കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 days 3 days PG ആക്കാം. അപ്പോഴേക്കും നിങ്ങൾ പാർട്ട് 4 എത്തും. പാർട്ട് 4 മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും ഈസി ആയിരിക്കും PGയുടെ ടോപ്പിക്. മിസ്സേ, അതുകൊണ്ടാണ്. യെസ്. പിന്നെ എന്റെ മോക്ക് ഒരു പാട്ട് പാടണമെന്ന് മിസ്സിനെ കണ്ടപ്പം അവക്ക് പാടണമെന്ന്. അവൾ അന്ന് മിസ്സിന്റെ ക്ലാസ്സിൽ ഒരു പാട്ട് പാടിയായിരുന്നു. ചന്ദ്ര. അപ്പൊ ഇന്ന് മിസ്സിനെ കണ്ടപ്പം അവൾക്ക് പനിയാണ്, അതുകൊണ്ട് പോയിട്ടില്ല സ്കൂളില്. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു സ്കൂളിൽ എന്താ പോവാത്തേ. 2-3 ദിവസമായി പനിയും മുണ്ടിനീരൊക്കെയാ. ഇപ്പൊ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഈ മംസ് മുടിനീര് വരുന്നുണ്ടല്ലേ. എന്റെ മോന് വന്നിരുന്നു. ഞാൻ ഡോക്ടറോട് ചോദിച്ചു വാക്സിനേഷൻ എടുത്തിട്ട് എന്താ കൊച്ചിന് വന്നേന്ന് വെച്ചപ്പോ 1000 ഒരാൾക്ക് വരുന്നു. അതെ. അപ്പൊ അന്ന് മിസ്സിന്റെ ക്ലാസ്സിൽ അവള് പാടിയിട്ട് മിസ് നല്ലതാന്ന് പറഞ്ഞു. അപ്പൊ മിസ്സിനെ കണ്ടപ്പോ അവക്കൊന്ന് പാടണമെന്ന്. പാടും. അങ്ങാനക്കോണിലെ മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലക്കുള്ളിലെ ചോര കൺമുയൽ, ഇങ്ങു നീലത്തുരുത്തിലെ പരപ്പിൽ നിഴലിടും അമ്പിളിക്കലക്കുള്ളിലെ കുഞ്ഞനോ കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റിലച്ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി തുരുത്തിൽ ഞങ്ങു പതുങ്ങിയല്ലോ. താളക്കൊളുത്തുള്ളൊരാ ചെലക്കും വെറ്റിലച്ചെല്ലോ. ഭൂമിയെ പടെ മൂടും അത്രയും വെറ്റിലയിട്ടു വെക്കാം കുഞ്ഞിളം വാവേ, കഥ കേട്ടുമല്ലേ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ, തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. ഓക്കെ മിസ്. നല്ല ക്യൂട്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേൾക്കാൻ. മോളെ ഇനി പാടണേ. അവക്ക് വീഡിയോ ഓൺ ചെയ്യണമെന്നുണ്ടായിരുന്നേ. അന്നേരം മുണ്ടിനീരിന് കവളിനൊക്കെ മരുന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ ടീച്ചർ അതുകൊണ്ട് ഇനി അടുത്ത പ്രാവശ്യം വീഡിയോ ഓൺ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ മുണ്ടിനീരാന്ന് പറഞ്ഞോണ്ട് ഓൺ ചെയ്യാൻ പറയാതിരുന്നേ. മോൾക്കൊരു വിഷമം ഉണ്ടാന്ന് വിചാരിച്ചു. നമ്മളെ ഫേസിലൊക്കെ ഇട്ടിട്ടുണ്ട്. അറിയാം, എനിക്കറിയാം. മോന് വന്നപ്പോ ഞാനിങ്ങനെ നിറയെ വേസ്റ്റ് വെക്കുമല്ലോ നമ്മള്. അതെ. ശരി ടീച്ചറെ. ഓക്കെ, റെസ്റ്റ് എടുക്കുക. Thank you, ma'am.